മോഷണവും കൊലപാതകവും നടക്കുന്ന ക്രൈം സീനുകളിലേക്ക് നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളഞ്ഞ മനുഷ്യ ശവശരീരങ്ങളിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തി കുറ്റവാളിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. എറണാകുളം ജില്ലയിലെ നീലേശ്വരം മുണ്ടങ്ങാമറ്റ സ്വദേശി തമ്പി ഷാൻഡി ദമ്പതിമാരുടെ മകൾ അപർണ തമ്പി എന്ന ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്ററുടെ കഥ. എൻ്റെ പേര് അപർണ എന്നാണ്. എൻ്റെ വീട് എക്സാക്ട്ലി മുണ്ടങ്ങാമറ്റത്താണ്. ഞാനിപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ ഫോറൻസിക് സയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഐ വാസ് വർക്കിംഗ് ആസ് ദ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് ആൻ എക്സ്പേർട്ട് ഇൻ എ പ്രൈവറ്റ് ഫോറൻസിക് ലബോറട്ടറി ആസ് വെൽ ആസ് ഇൻ എ ഡിറ്റക്റ്റീവ് ഏജൻസി. ആൻഡ് അതിനുശേഷം ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ജൂലൈ മന്തിലാണ് റിസൈൻ ചെയ്യുന്നത് എൻ്റെ ഫർദർ റിസർച്ച് സ്റ്റഡീസിനായിട്ട്. ഇതാണ് എൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞൊരു സമയം ഉണ്ടാവുമല്ലോ. അതെ, അത് ഞാൻ 10th സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം നമുക്ക് അറിയാം, ഇപ്പം നമ്മുടെ എക്സ്പേർട്സിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് എപ്പോഴും ഗൈഡൻസ് ഉണ്ടാവും, ആസ് വെൽ ആസ് മൈ പാരൻസ്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് എപ്പോഴും അറിയാമല്ലോ, ഹയർ സെക്കൻഡറിക്ക് ശേഷം എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, നമ്മുടെ ലൈഫ് ഡിസിഷൻ ഒരു മേക്കിംഗ് പോയിന്റ് ആണ്. അപ്പോൾ 10th വെച്ച് തന്നെ നമുക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി വന്നിട്ട് ബയോളജി സയൻസ് എടുത്തതിന് ശേഷം വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ലൈക്ക് either we can do medicine or can do engineering അങ്ങനെ. പക്ഷേ എനിക്ക് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ഫീൽഡ് ഓപ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പം നമ്മൾ ഒരുപാട് ന്യൂസ് കാണുമായിരുന്നു. അപ്പോൾ ആ ന്യൂസ് ആർട്ടിക്കിൾസ് ആസ് വെൽ ആസ് ഇൻ റിസർച്ച് സ്റ്റഡീസിലെല്ലാം എപ്പോഴും നമ്മൾ കാണുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആയിരുന്നു ഫോറൻസിക് റിപ്പോർട്ട്സ് ഇല്ലെങ്കിൽ ഫോറൻസിക് സർജൻ റിപ്പോർട്ട്സ് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ നോക്കുമ്പം ഫെർദർ ഞാൻ അതിനെക്കുറിച്ച് 10th സ്റ്റാൻഡേർഡിൽ വെച്ച് തന്നെ റിസർച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് എൻ്റെ 12th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ നമ്മുടെ കാലടിയിൽ ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു മാഡം നമ്മുടെ വീടിനടുത്തായിരുന്നു ആള്. അപ്പം ആളുടെ ഒരു ഗൈഡൻസും കൂടി നമുക്ക് കിട്ടി. ഫോറൻസിക് സയൻസിൽ ഫെർദർ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതേപോലെ ഏത് രീതിയിലൊക്കെ നമുക്ക് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പം മാം ആയിരുന്നു എന്നെ ഗൈഡ് ചെയ്തതും എല്ലാം. അപ്പം അതിനുശേഷം ആക്ച്വലി പേരെനിക്ക് സോ അതിനുശേഷമാണ് ഞാൻ നമ്മുടെ ഫോറൻസിക് സയൻസ് ഒരു കോഴ്സ് പെർട്ടിക്കുലർലി ഓപ്റ്റ് ചെയ്യും. ബിക്കോസ് ഫസ്റ്റ് ഞാൻ വന്നിട്ട് നമുക്ക് ക്രിമിനൽ ലോ ചെയ്തിട്ട് അതിനുശേഷം ഫോറൻസിക്കിലേക്ക് പോവാം എന്നുള്ളതായിരുന്നു റിസർച്ച് റിലേറ്റഡ് ആയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം. പക്ഷെ അതിനുശേഷം മാമിൻ്റെ ഒരു ഗൈഡൻസ് മൂലം ഞാൻ ബാച്ചുലേഴ്സ് ഇൻ ഫോറൻസിക് സയൻസ് as well as മാസ്റ്റേഴ്സ് ഇൻ ഫോറൻസിക് സയൻസ് അങ്ങനെ ടോട്ടൽ ഒരു 5 years ഓഫ് സ്റ്റഡി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ആണ് നമ്മൾ ഒരു ജോലിയിലേക്ക് ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുന്ന ജോലിയിലേക്ക് ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചേർന്നത്. എന്നെ ഫോറൻസിക് സയൻസ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് ഇൻസ്പയർ ചെയ്തൊരു ബുക്ക് ഉണ്ടായിരുന്നു ഡ്യൂറിങ് മൈ ഹയർ സ്റ്റഡീസ്. അത് ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, ഡോക്ടർ ബി ഉമാദത്തനാണ് അതിൻ്റെ ഓതർ. അപ്പം ആ ബുക്കാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് വായിക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് ആ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലൈക്ക് നമുക്ക് എങ്ങനെ ഒരു ഫോറൻസിക് എക്സ്പേർട്ടിൻ്റെ റിസൾട്ട്സ് ആൻഡ് റിപ്പോർട്ട്സ് വന്നിട്ട് എങ്ങനെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷന് വളരെ ഹെൽപ്ഫുൾ ആകുമെന്ന്. അപ്പോൾ നോക്കുമ്പം നമ്മൾ ആ സമയത്തൊന്നും പലതും അറിയാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫിംഗർ പ്രിൻറ്റ്സ് അല്ലെങ്കിൽ വിരലടയാളം. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കേസ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യാം, അല്ലെങ്കിൽ എവിഡൻസ്, അതൊരു മെയിൻ എവിഡൻസ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്ഫുൾ ചെയ്തിട്ട് ഒരു ക്രിമിനലിനെ, കൊലപാതകിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഉപകാരമാവുന്നതാണ്. പക്ഷേ ഇൻ അഡീഷൻ ടു ഫിംഗർ പ്രിൻറ്റ്സ് നമ്മൾ മറ്റുള്ള തെളിവിൻ്റെ സാധ്യതകൾ നോക്കുമ്പോൾ ആ ബുക്കിൽ നമുക്ക് വളരെ നന്നായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ലൈക്ക് ബ്ലഡ് സ്റ്റെയിൻസ് ഇല്ലെങ്കിൽ ബോൺസ് വെച്ചിട്ട് ഇതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒരാളിലേക്ക് ഐഡന്റിഫിക്കേഷൻ ക്രൈറ്റീരിയ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എങ്ങനെ ഒരു ക്രിമിനലിനെ കൾപ്രിറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് മനസ്സിലായി ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് വന്നിട്ട് ഇറ്റ്സ് ലൈക്ക് എ സോഷ്യൽ സർവീസ് ആൻഡ് ഓൾസോ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്ക് ജോലി എടുക്കാൻ സാധിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പം അതുകൂടിയാണ് ഞാൻ ഫോറൻസിക് സയൻസ് എന്ന ഫീൽഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ. വളരെ സാധാരണക്കാരായ ആളുകളോട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ നിന്ന് അതിലേക്കൊരു വഴിയിലേക്ക് വന്നു. അതെ, സ്റ്റഡിയുടെ സമയം ഉണ്ടല്ലോ. അതെ, എങ്ങനെ മാനസികമായി തയ്യാറെടുത്ത് പഠിക്കാനുള്ള അതെ, മാനസികമായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന ഫീൽഡ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് മെഡിസിൻ ആൻഡ് എഞ്ചിനീയറിംഗ്. ബിക്കോസ് അത് നമുക്ക് ആ പഠനത്തിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും അതിനെക്കുറിച്ച് മനസ്സിലായത്. പക്ഷേ അതിന് മുന്നേ ഒരു ഫോറൻസിക് സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എവിഡൻസ് തെളിവുകൾ എടുക്കുന്നു, അത് കളക്ട് ചെയ്ത് ആ ഒരു കൊലപാതകിനെ നമ്മൾ അന്വേഷിക്കുന്നു, ആ രീതിയിലാണ്. പക്ഷേ നമ്മൾ ഇത് പഠനത്തിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് ചെയ്യുന്ന പോലെ നമുക്ക് ഡ്രോയിങ്,
സ്കെച്ചിങ്, ക്രൈം സീൻ സ്കെച്ചിങ്, എവിഡൻസ് സ്കെച്ചിങ് എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ മെഡിക്കൽ ടേംസും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹ്യൂമൻ്റെ ആണെങ്കിൽ അവരുടെ അനാറ്റമി, സോ എവറിഥിങ് ഈസ് ദർ. അപ്പം അതിന് മുൻപേ നമ്മളുടെ ഒരു മാനസികമായ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കറേജാണ് വേണ്ടത്. ലൈക്ക് എന്ത് കണ്ടാലും ഭയപ്പെടരുത്. ബിക്കോസ് നമ്മൾ മോസ്റ്റ്ലി ഡീൽ ചെയ്യുന്നത് വന്നിട്ട് ഡെഡ് ബോഡീസ് ആൻഡ് എവിഡൻസ് ആയിട്ടായിരിക്കും. അപ്പം ലൈവ് ഡെഡ് ബോഡീസ് ആയിരിക്കും. അപ്പം അതല്ലെങ്കിൽ ഇപ്പം കുറേ നാളുകൾ പഴക്കം ചെന്ന ഡീകമ്പോസ്ഡ് ബോഡീസ് ആയിരിക്കും. അപ്പം അതെല്ലാം കാണാനായിട്ട് മെന്റലി നമ്മളൊരു പ്രിപ്പേർഡ് ആവണം. സോ അതെല്ലാം എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ഒരു സ്റ്റഡീസിലേക്ക് വരുമ്പോൾ സ്റ്റഡീസ് ആൻഡ് ഓൾസോ അവർ ഫാക്കൽറ്റി മെമ്പേഴ്സ് വിൽ മേക്ക് എസ് പ്രിപ്പേർഡ് ടു സീ ഓൾ ദോസ് തിങ്സ്. ഇതല്ലെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട്, ഇപ്പൊ ഈവൻ എനിക്കായാലും ഐ ഹാഡ് ദ മെന്റൽ സപ്പോർട്ട് ഫ്രം മൈ ഫാമിലി ആസ് വെൽ. ബിക്കോസ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇപ്പൊ ഈവൻ ഫ്രം ഫാമിലി, ഫ്രം ദ സൊസൈറ്റി ആൻഡ് ഓൾസോ ഫ്രം മൈ സെൽഫ് അതുണ്ടായിരുന്നു. ക്രൈം സീനിൽ എത്തി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു അതെ, തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സൊസൈറ്റൽ നോളജിന് അത് ഉപകരിക്കുന്ന ഇറ്റ്സ് ലൈക്ക് എ നൈസ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏതെങ്കിലും ഒരു ക്രൈം, ഇല്ലെങ്കിൽ ആ ക്രൈം എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ കൊലപാതകം മുതൽ ഒരു ചെറിയ മോഷണം വരെ നമുക്ക് ക്രൈമാണ്. ഇറ്റ്സ് ലൈക്ക് എ പേഴ്സൺ ഹു ഈസ് കമ്മിറ്റിംഗ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കേസ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ കേസ് പോകുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനാണ്. ഇപ്പം നമ്മുടെ നീലേശ്വരം ഭാഗത്താണെങ്കിൽ നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ വിച്ച് ഇസ് ഇൻ കാലടി, അവിടേക്കായിരിക്കും ഫസ്റ്റ് കേസ് വന്നിട്ട് കണക്ട് ആവുന്നത്. കണക്ട് ആയതിനു ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഈസ് എൻ ഓഫീസർ ഹു ഈസ് നോൺ ആസ് ടു ബി ദ ഫസ്റ്റ് റെസ്പോണ്ടിങ് ഓഫീസർ. നമ്മൾ FRO എന്ന് പറയും. സോ അദ്ദേഹം എന്ന് പറയുമ്പോൾ നോർമലി ഒരു പോലീസ് കോൺസ്റ്റബിൾ ആവാം, ഇല്ലെങ്കിൽ ആ ഒരു പോലീസ് സ്റ്റേഷൻ വിനിയോഗിക്കുന്ന ഏതൊരു ഓഫീസറും ആവാം. സോ അദ്ദേഹമാണ് ഫസ്റ്റ് വന്നിട്ട് ആ ഒരു സീൻ നോക്കുന്നത്. സോ അദ്ദേഹത്തിന് ഉള്ള കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്രൈം ലൈക്ക് ഒരു മോഷനാണ് നടന്നിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റെസ്പോണ്ടിങ് ഓഫീസർ വന്നിട്ട് ചുറ്റുപാടെല്ലാം നോക്കും, സറൗണ്ടിങ്സ് എല്ലാം. നമുക്ക് ഇത് കണ്ട ആരെങ്കിലും ഉണ്ടോ, നമ്മൾ വിറ്റ്നസ് എന്ന് പറയും, സാക്ഷികൾ. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ചോദിക്കുന്നു, അവരെന്താണ് കണ്ടതെന്ന് നമ്മൾ അറിയുന്നു. അതേപോലെ ദ മെയിൻ ഡ്യൂട്ടി ഓഫ് ദ ഫസ്റ്റ് റെസ്പോണ്ടിങ് ഓഫീസർ എന്ന് പറയുന്നത് ടു സെക്യൂർ ദ ക്രൈം സീൻ. ഇപ്പം നമ്മൾ എപ്പോഴും ഒരു കൊലപാതകം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈം നടന്ന ഒരു സ്ഥലം വന്നിട്ട് എപ്പോഴും നമ്മൾ സുരക്ഷിതമായിട്ട് വെക്കണം. ഒരിക്കലും പുറത്തുനിന്ന് ഈവൻ ഫ്രം ദ മീഡിയ പീപ്പിളിനെ കൂടെ നമ്മൾ അകത്തേക്ക് അലൗഡ് അല്ല. Crime scene photographers, the forensic experts and only the respected police officers can enter a crime scene. So നമ്മൾ നന്നായി ക്രൈം സീൻ പ്രൊട്ടക്ട് ചെയ്യണം. ഇതെല്ലാം വന്നിട്ട് ഈ ഫസ്റ്റ് വരുന്ന ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ ഡ്യൂട്ടീസ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മെയിൻ സീനിയർ ഓഫീസർ വരുന്നു. ഹി ക്യാൻ ബി ദ സബ് ഇൻസ്പെക്ടർ. വന്നതിന് ശേഷം സർ വന്നിട്ട് ഓഫീസർ വന്നിട്ട് ആ സീനിൻ്റെ എല്ലാം നമ്മൾ പരിശോധിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ഫോറൻസിക് എക്സ്പേർട്സിനെ ഇൻഫോം ചെയ്യുന്നത്. അപ്പം ഈ സീനിയർ പോലീസ് ഓഫീസറിനെ അറിയാൻ സാധിക്കും. ബിക്കോസ് ആ സീൻ എങ്ങനെയാണ്, ഇപ്പോൾ അവിടെ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സീനാണ്, തെഫ്റ്റ് ആണോ, ഇല്ലെങ്കിൽ മർഡർ ആണോ, ഹൊമിസൈഡ് ആണോ, ഓർ സം സോർട്ട് ഓഫ് അൺനാച്ചുറൽ ഡെത്ത്. അപ്പോൾ എന്ത് തരത്തിലുള്ള സീനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫോറൻസിക് ലാബിൻ്റെ ഡയറക്ടറിന് പോലീസ് ഓഫീസർ ഇൻഫോം ചെയ്യുന്നു. ആൻഡ് ഡയറക്ടറിന് ഓൾറെഡി അറിയാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഇപ്പം മോസ്റ്റ്ലി മോഷണ കേസിലൊക്കെ നമുക്ക് വന്നിട്ട് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ത്രെറ്റനിങ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഇൻജേർഡ് ആണെങ്കിൽ മാത്രമായിരിക്കും അവിടെ വന്നിട്ട് ബ്ലഡ് സ്റ്റെയിൻസ് ഇല്ലെങ്കിൽ മറ്റ് ടൈപ്പ് ഓഫ് ഹെയർ ടൈപ്പ് ഓഫ് എവിഡൻസ് കാണാൻ പറ്റുക. നോർമൽ മോഷണ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് mostly we can do the fingerprint analysis. So അങ്ങനത്തെ കേസുകളിൽ only the experts from the fingerprint division will be allowed to enter the scene, or else will be just going with the other senior experts from the forensic serology, toxicology, ballistics, physics, chemistry, or else ഇങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നത്. അതിനുശേഷം ഇപ്പം പോലീസ് ഓഫീസർ വിവരം പറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫോറൻസിക് ലാബിൽ നിന്ന് നമ്മുടെ ഫോറൻസിക് എക്സ്പേർട്സ് വന്നിട്ട് ക്രൈം സീനിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ ക്രൈം സീനിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഈ ഒരു കേസ് ഡീൽ ചെയ്യുന്നത്, ബിക്കോസ് ഐ ഹാവ് ഡെൽറ്റ് വിത്ത് സം ലോട്ട് ഓഫ് കേസസ്. ഇപ്പം നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്നായിരിക്കും എല്ലാം, ബിക്കോസ് നമുക്ക് പ്രിപ്പയർഡ് ആവാനുള്ളൊരു ടൈമില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ ലാബിൽ വന്നിട്ട് നമുക്ക് ടൂൾ കിറ്റ്സ് ഉണ്ടാവും, വിച്ച് ഈസ് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ കിറ്റ്സ് എന്ന് പറയും. അതിൽ ഓൾറെഡി നമുക്ക് യൂസ് ചെയ്യേണ്ടതായ എല്ലാ എക്യുപ്മെന്റ്സ് ആൻഡ് തിങ്സ് എല്ലാം അതിൽ തന്നെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെൻ ഐ വാസ് വർക്കിംഗ് അറ്റ് ദ ഫിംഗർ division, we had an investigation kit which is having a lot of things like ഇപ്പോൾ നമ്മുടെ magnifying lens and fingerprint tapes we need,
ദെൻ ദ പൗഡേഴ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പൗഡേഴ്സ്, ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഈ വിരലടയാളങ്ങൾ എടുക്കേണ്ടത് വന്നിട്ട് കുറച്ച് പൗഡേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ആ പൗഡേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൗഡേഴ്സ് ഉണ്ട്. വി ഹാവ് ഫ്ലോറസെൻറ്റ് പൗഡേഴ്സ്, മാഗ്നറ്റിക് പൗഡേഴ്സ്, ആൻഡ് ഓൾസോ വി ഹാഡ് സം വൈറ്റ് അലുമിനിയം പൗഡേഴ്സ്. സോ ഇതെല്ലാം നമ്മൾ എടുക്കണം. സോ ഇതെല്ലാം ഓൾറെഡി പ്രിപ്പേർഡ് ആണ്, അവിടെ പാക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഇൻഫർമേഷൻ വരുമ്പോൾ വിൽ ബി യൂസിങ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ കിറ്റ് ആൻഡ് വിൽ ബി ഗോയിങ് ടു ദ ക്രൈം സീനിൽ ചെന്ന ശേഷം നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സ് എല്ലാം ഉണ്ട്. ബിക്കോസ് ഇപ്പോൾ നമുക്കും ഡയറക്ട്ലി ക്രൈം സീനിലേക്ക് നേരിട്ട് എൻ്റർ ആവാനായിട്ട് പറ്റില്ല. വി ഹാഡ് ടു ഫോളോ ദ സെർച്ച് മെത്തേഡ്സ് ഫസ്റ്റ്. ബിക്കോസ് എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിക്കോസ് ക്രിമിനൽ എന്തായാലും ആ സ്പോട്ടിൽ ഉണ്ടാവില്ല നമ്മൾ എത്തുമ്പോൾ, ബട്ട് മൈറ്റ് ബി വിക്ടിംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വിക്ടിംസ് ഉണ്ടെങ്കിൽ ദ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഗോ ഫോർ ദ മെഡിക്കൽ അസിസ്റ്റൻസ്. ഇപ്പോൾ ആരെങ്കിലും അവിടെ മരിക്കാൻ ഒരു നിലയിൽ, ഗുരുതര നിലയിലുണ്ട്, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഇൻജേർഡ് ആയിട്ട് അവിടെ ഉണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കണം. ആൻഡ് ദാറ്റ് വിൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ സീനിയർ പോലീസ് ഓഫീസർ. സോ ഹി ഓർ ഷീ ഹാസ് ടു ഡു ദാറ്റ്. ആൻഡ് അതിനുശേഷം നമ്മളുടെ എക്സ്പേർട്സ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് മെത്തേഡ്സ് വഴി, അപ്പം നമുക്ക് തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ ഒരുപാട് സെർച്ച് മെത്തേഡ്സ് ഉണ്ട്, ബട്ട് ഇൻ പ്രാക്ടിക്കൽ സെൻസ് വി കനോട്ട് ഡു ദാറ്റ്. ബിക്കോസ് ഇപ്പം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈം സീനിൽ ചെല്ലുമ്പോൾ നമ്മൾ എക്സ്പേർട്സിന് കൂടുതൽ ഒരുപാട് മീഡിയ പേഴ്സൺസ് ആൻഡ് സം അതർ പോലീസ് ഓഫീസേഴ്സ് ആൻഡ് സം അതർ പീപ്പിൾ വിച്ച് വിൽ ബി ദി നെയ്ബേഴ്സ്, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അപ്പം ഇവരുടെ ഇടയിൽ കൂടെ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്ന് പറയുന്നത് വിച്ച് ഈസ് എ ഡിഫിക്കൽട്ട് തിങ്. സോ അങ്ങനത്തെ കേസുകളിൽ വന്നിട്ട് വി ഹാവ് ടു തിങ്ക് ഇൻ എ ഡിഫറെൻറ്റ് വേ വിച്ച് ഈസ് ലൈക്ക് ദ സെർച്ച് മെത്തേഡ്സ് തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആക്കണം. അപ്പം അതിൽ നമ്മൾ മോസ്റ്റ്ലി ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെർച്ച് മെത്തേഡ്സ്. അത് വെച്ച് നമ്മൾ സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന എവിഡൻസ് എന്ന് പറയുമ്പം ഓരോ തെളിവുകൾ, അതെന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ ബ്ലഡ് സ്റ്റെയിൻസ് ആവാം, ഫിംഗർ പ്രിൻറ്റ്സ് ആവാം, ഹെയർ സാമ്പിൾ, സംടൈംസ് ദി ടച്ച് ഡി എൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വ്യക്തി വന്നിട്ട് എവിടെയെങ്കിലും നമ്മൾ തൊടുകയാണ്. ഇപ്പോൾ ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഗ്ലൗസ് യൂസ് ചെയ്ത് വരുന്നവരുണ്ടാവാം, ഇല്ലാതെ വരുന്നവരുടെ കേസിൽ വന്നിട്ട് ഫിംഗർ പ്രിൻറ്റ്സ് മാത്രമല്ല, അവർ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് അവരൊരു DNA ട്രേസ് സാമ്പിൾ വന്ന് ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ടച്ച് DNA ആണ്. ഇത് വന്നിട്ട് റീസെൻറ്റ് ടെക്നോളജിയാണ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഇന്ത്യയിൽ അത് മച്ച് ഡെവലപ്ഡ് അല്ല, വിച്ച് ഈസ് ഇൻ എബ്രോഡ് കൺട്രീസ്. ബട്ട് സ്റ്റിൽ നമുക്ക് ടച്ച് DNA അനാലിസിസ് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് എവിഡൻസുകളുണ്ട്. ഇപ്പം നമ്മളുടെ ഒരു ഹ്യൂമൻ ബോഡി എടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തി എപ്പോഴും ഒരു ക്രൈം സീനിൽ വന്നിട്ട് നമ്മൾ ലൈക്ക് വി ഹാവ് ദ റൂൾ ഓഫ് ലോക്കറ്റ്സ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പൾ. ലൈക്ക് നമ്മൾ എവിടെയൊക്കെയാണോ തൊടുന്നത്, എന്തൊക്കെയാണോ നമ്മൾ എടുക്കുന്നത്, അവിടെയെല്ലാം നമ്മുടെ ഒരു തെളിവ് നമ്മൾ അവശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് സീനിയർ എക്സ്പേർട്സ്, ഈവൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും, ഞാൻ ഗൈഡൻസ് എടുക്കുന്ന സീനിയർ ഫോറൻസിക് എക്സ്പേർട്സ് ആണെങ്കിലും, നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ദ ബേസിക് പ്രിൻസിപ്പിൾ ഇസ് either we leave something or we just pick up something from the scene. സോ അങ്ങനെയാണ്. അപ്പം അതെല്ലാം വന്നിട്ട് എവിഡൻസ് തന്നെയാണ്. അപ്പം നമ്മൾ എവിഡൻസ് അനാലിസിസിന് ശേഷം ഈ ശേഖരിച്ച തെളിവുകളെല്ലാം നമ്മൾ പ്രോപ്പർ സിപ്ലോ കണ്ടെയ്നേഴ്സിൽ പ്രോപ്പർലി, ബിക്കോസ് എല്ലാ തെളിവുകളും നമുക്ക് ഒരേ രീതിയിൽ പാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ പല തെളിവുകൾ അതിൻ്റെ തിയറിറ്റിക്കൽ മാനറിൽ തന്നെ നമ്മളത് പാക്ക് ചെയ്ത ശേഷം വി ആർ ജസ്റ്റ് ടേക്കിംഗ് ദിസ് ടു ദി ഫോറൻസിക് ലാബ്സ്. ആൻഡ് അതിന് ശേഷമുള്ള അനാലിസിസ് എല്ലാം ഫോറൻസിക് ലാബ്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്.